പേര് ഷിറീൻ. ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. പക്ഷേ പഠിച്ചത് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് 2016 ബാച്ചാണ്. ഇറങ്ങി അപ്പം തന്നെ നേരിട്ടിട്ട് PG പ്രിപ്പറേഷനിലേക്ക് എത്തിയിട്ടില്ല. ഒരു 1 ഇയർ ഡ്രോപ്പ് എടുത്തിട്ടാണ് ഇപ്പം നീറ്റ് എഴുതിയത്. ഹൗസ് ഏജൻസി ചെയ്യുമ്പം തന്നെ ആ വർഷം തന്നെ PG പ്രിപ്പറേഷൻ വേണോ അല്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു അടുപ്പിച്ച് ഒരു 5-6 വർഷം പഠിച്ചതല്ലേ, അപ്പോൾ എന്തായാലും ഒരു 6 മന്ത്സോളം ഒന്ന് പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളൊരു സ്കീമിൽ തന്നെയായിരുന്നു. അപ്പം കോളേജിൽ നിന്ന് ഇറങ്ങി എൻ്റെ ഫ്രണ്ട്സൊക്കെ ആ വർഷം തന്നെ ബാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ റിസൾട്ട് വന്നപ്പം അവരെല്ലാവരും ടോപ്പ് റാങ്കിലാണ് കാലിക്കറ്റിലും തൃശ്ശൂരൊക്കെയാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഈ ബാറ്റിയെ ഒരിക്കലും എടുത്താൽ മോശമാവില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഫസ്റ്റ് ടൈം ഞാൻ എഴുതി നോക്കി, എന്തായാലും നമ്മൾ എഴുതിയല്ലോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ. അപ്പോൾ അന്ന് എഴുതിയ സമയത്ത് 35,000 ആയിരുന്നു റാങ്ക്. പിന്നെ അന്ന് ഒരു സബ്ജക്റ്റ് 2 സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 സബ്ജക്റ്റ് അത്യാവശ്യം പഠിച്ചിട്ട് തന്നെയാണ് പോയത്. ആ ഭാഗത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻസൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റി. നമുക്ക് മനസ്സിലായി നമുക്ക് പറ്റുന്നൊരു പണിയാണിത്. അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ഈ കിട്ടിയ റാങ്കിന് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. പ്രോപ്പറായിട്ടൊരു ഗൈഡൻസും ഒരു ക്ലാസ്സൊക്കെ കിട്ടിയാൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. ബാട്ടിയ എന്നുള്ളതിലേക്ക് എത്തിയതാണ്. കാലിക്കറ്റ് ബാട്ടിയ എന്നുള്ളത് ഇവിടുത്തെ മെൻറ്റർഷിപ്പ് കൊണ്ട് തന്നെ എത്തി. ഞാൻ ഓൺലൈൻ ക്ലാസ്സാണ്, അപ്പോൾ എനിക്ക് എവിടെ എടുത്താലും ഈക്വലാണ്. ഓൺലൈനായിട്ടാണെങ്കിൽ വേറെ എവിടെ എടുത്താലും സെയിം സംഭവം തന്നെയാണ്. പക്ഷേ കാലിക്കറ്റ് ബാട്ടി ആകുമ്പം ഡോക്ടർ നിയാസ് സാറിൻ്റെ ഒരു മെൻറ്റർഷിപ്പ് എന്തായാലും ഉണ്ടാവും. അപ്പം എൻ്റെ തൊട്ട് മുന്നത്തെ ബാച്ചാണെങ്കിലും അതിൻ്റെ മേലുള്ള സീനിയേഴ്സ് ആണെങ്കിലും അവരൊക്കെ പറഞ്ഞു നിയാസ് സാറിൻ്റെ മെൻറ്റർഷിപ്പ് ചില സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ആവശ്യം വരും, അതുകൊണ്ട് എടുക്കുകയാണ് ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കാലിക്കറ്റിന് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഒന്നും നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ സാറിൻ്റെ ഓരോ മീറ്റിംഗ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി എന്താണ് ചെയ്യേണ്ടത്. നമ്മൾ ഭയങ്കര ക്ലൂലെസ് ആയിട്ട് ഇരിക്കും. അപ്പോഴാണ് സാർ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ ഒരു ചാനൽ പറഞ്ഞു തരും. നമ്മൾ ഗ്രോണപ്സ് ആണ്, ഫുള്ളായിട്ടൊന്നും നമ്മളത് ഫോളോ ചെയ്യില്ല, എന്നാലും സാർ പറയുന്നതൊക്കെ കറക്റ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ ഒരു ചാനൽ അങ്ങനെ പോയാൽ ബാക്കിയൊക്കെ റെഡിയാവും. ഫസ്റ്റ്ലി അങ്ങനെ ഒരു വലിയ റാങ്ക് കിട്ടണമെന്നൊന്നും അത്ര നല്ല റാങ്ക് കിട്ടണമെന്നൊന്നും ആഗ്രഹമില്ലായിരുന്നു. അണ്ടർ 1000 വേണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് വേണ്ട ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ ആ ഒരു റാങ്ക് റേഞ്ചിലേക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു റാങ്ക് വേണമെന്നുണ്ടായിരുന്നു. ഇത്ര നല്ല റാങ്കൊക്കെ അറിയില്ല, ഒരിക്കലും ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ല. ബാട്ടീൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർ നോട്ട് ഭയങ്കര കൺസൈസ് ആയിട്ടാണ് തരിക. അപ്പം നമുക്ക് ലാസ്റ്റ് ഒരു 1 മന്ത് കൊണ്ട് ഇതെല്ലാം ഒന്നും കൂടെ വായിച്ചിട്ട് എക്സാമിന് പോയാലേ പ്രോപ്പറായിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അങ്ങനെ വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നോട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ബാറ്റീൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്. ഫാക്കൽറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൈക്രോ ടീച്ച് ചെയ്യുന്ന ഡോക്ടർ നസീർ സാർ ഉണ്ട്. അത് എന്തുകൊണ്ട് എല്ലാവരും സാറ് ഹൈലൈറ്റ് ചെയ്ത് പറയാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ UG പഠിക്കുന്ന സമയത്ത് നമ്മളൊരു വെറുക്കുന്നൊരു സബ്ജക്റ്റാണ് മൈക്രോ. എത്ര പഠിച്ചാലും ഓർത്തിരിക്കാൻ പറ്റില്ല, പിന്നെയും മറന്നു പോകും, അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്. ആ ഒരു സബ്ജക്റ്റ് സാർ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമുക്ക് ടീച്ച് ചെയ്ത് തരുന്നതല്ലേ. ഭയങ്കര കൺസൈസ് ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ ഓർത്തിരിക്കണം, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം എക്സാം ഹാളിൽ വെച്ചിട്ട്. ആ ഒരു രീതിയിലാണ് സാർ ടീച്ച് ചെയ്യണത്. ഓൾറെഡി ഇപ്പോൾ ഞാൻ എൻ്റെ കുറേ ജൂനിയേഴ്സ് മെസ്സേജ് അയച്ച് അവരോടൊക്കെ ധൈര്യമായിട്ട് എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ട്സ് തന്നതുകൊണ്ടോ നമുക്കിത് നമ്മളെടുത്ത് എത്തിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മളത് പഠിച്ച് ഔട്ട്പുട്ട് ഉണ്ടാക്കണമെങ്കിൽ അത് അതിനനുസരിച്ചുള്ള നോട്ട്സ് ആയിരിക്കണം. അപ്പം DBMC ആയാലും കാലിക്കറ്റ് ബാറ്റി ആയാലും നോട്ട്സ് തരുന്ന കാര്യത്തിൽ അടിപൊളിയാണ്. അപ്പം അതിന് വേണ്ട സപ്പോർട്ടും മെൻറ്റർഷിപ്പും തരുന്നതിൽ നിയാസ്ക ഒരു സക്സസ് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അപ്പം നമുക്ക് കറക്റ്റ് സമയത്ത് എന്താണോ നമ്മൾ ആ സമയത്ത് ഒരു ആവശ്യം അതിനനുസരിച്ചിട്ട് സംസാരിക്കാൻ ആൾക്കാർ അറിയാം. നമ്മൾ ഡൗൺ ആണെങ്കിൽ അങ്ങനെ, നമ്മൾ ഉഴപ്പെന്ന് കണ്ടാൽ അതിനനുസരിച്ച് ചീത്ത പറയേണ്ടി വന്നാൽ അങ്ങനെ പറയാനറിയാം. നമ്മളിപ്പോൾ ഗ്രോണപ്സ് ആയതുകൊണ്ട് തന്നെ ആരും നമ്മളെ പഠനകാര്യങ്ങളൊന്നും ഇടപെടില്ല. പക്ഷേ ഇപ്പോഴും നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് വേണ്ട സമയമാണ്. അപ്പോൾ അത് കറക്റ്റ് സമയം അറിഞ്ഞ് പ്രോപ്പർ ഗൈഡൻസ് തരിക എന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഒരു റാങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് എൻ്റെ കഴിവായിരുന്നെങ്കിൽ ഞാൻ 1 ഇയർ ബാക്ക് തന്നെ വാങ്ങുമായിരുന്നല്ലോ. അന്ന് ഞാൻ എൻ്റെ ഹൗസ് ഏജൻസി കഴിഞ്ഞു നേരെ ഇറങ്ങിയതാണ്. കോളേജ് ലൈഫിലൊക്കെ അത്യാവശ്യം മാർക്കും അതൊക്കെ ഉണ്ടായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ എൻ്റെ കൈകൊണ്ടായിരുന്നെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങുമായിരുന്നു. അതല്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു 1 ഇയർ കൊണ്ട് അവരുടെ ഗൈഡൻസ് കൊണ്ടും ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽ കൊണ്ടും തന്നെയാണ് കിട്ടിയിരിക്കുന്നത്.